എഴുന്നേൽക്കൂ. ജാഗ്രത, ഉണരൂ. എഴുന്നേൽക്കൂ. ഏതിൽ നിന്ന് എഴുന്നേൽക്കണം? വിഷയലോകത്തിൽ അഭിരമിച്ച് ഇരിക്കുന്നിടത്തുനിന്ന് ആലങ്കാരികമായി ഉപനിഷത്ത് നമുക്കൊരു സന്ദേശം അയച്ചിരിക്കുന്നു. ഇന്നത്തെ ഭാഷയിലൊരു SMS അയച്ചിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്താ അതിലെ പ്രതിപാദ്യ വിഷയം? ഉത്തിഷ്ഠത, എഴുന്നേൽക്കൂ. എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞാൽ എത്രയോ ജന്മജന്മാന്തരങ്ങളായി ആത്മ അജ്ഞാനത്തിൻ്റെ നിദ്രയിൽ പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആത്മാജ്ഞാനത്തിൻ്റെ നിദ്രയിൽപ്പെട്ട് ഉഴലുന്ന ഹേ ജന്തുക്കളെ എഴുന്നേൽക്കൂ. എങ്ങനെയാണ് ശങ്കര ഭഗവത്പാദർ വ്യാഖ്യാനം പറയണത്? പിന്നെയോ ആത്മജ്ഞാന ഉന്മുഖീഭവ ജാഗ്രത, ആത്മജ്ഞാനത്തിലേക്ക് ഉണരൂ. അജ്ഞാന നിദ്രയിൽ നിന്ന് എഴുന്നേറ്റ് ആത്മജ്ഞാനത്തിലേക്ക് ഉണരൂ. ഇതാണ് ഉപനിഷത്ത് നമ്മളെ എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുന്നത്. ഇതിനുള്ള ഒരു ശക്തമായ സൂചന ഏതാണ്? നമ്മിൽ എല്ലാവരും മരിക്കണത് കാണുമ്പോഴും ഞാൻ മരിക്കില്ല എന്നൊരു തോന്നൽ വരില്ലേ? ഈ തോന്നൽ അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി സമയം കളയാതെ എഴുന്നേൽക്കൂ, ഉണരൂ. പിന്നെ എന്ത് വേണം? പ്രാപ്യ വറാൻ നിബോധത, ആത്മാവിൻ്റെ മഹത്വവും ആഴവും നിർഭയമായ സ്വാതന്ത്ര്യവും നിർവൃതിയും ഒക്കെ നുകരുന്നതിനു വേണ്ടി വരാൻ പ്രാപ്യ, ശ്രേഷ്ഠരായ ആചാര്യന്മാരെ സമീപിച്ചിട്ട് നിബോധത, തത്വബോധം നേടിയാലും. ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായ ആഹ്വാനം. മരണസംബന്ധിയായ ഒരു ചിന്ത നമുക്ക് ഒരേ സമയം അലോസരമാണ്. ഇവിടെയാണെങ്കിൽ അതൊരു വലിയ സാധ്യതയായി വർണ്ണിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ആലോചിക്കൂ. ഒരു നിരീക്ഷണം എന്താണെന്നറിയാമോ? മരണത്തെ പരിഗണിക്കാൻ കഴിയുന്നവർക്കേ, മരണത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നവർക്കേ, മരണത്തിൻ്റെ നേരെ സധൈര്യം തുറിച്ചു നോക്കാൻ സാധിക്കുന്നവർക്കേ ജീവിതം ആസ്വാദ്യകരമാകുള്ളൂ, അവരെ ജീവിക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് ഒരു നിരീക്ഷണം. അല്ലാത്തവരോ മരണത്തെ പേടിച്ച് അവരുടെ ജീവിതത്തെ തൊലച്ചു കളയുന്നു. ഓക്കെ, അതുകൊണ്ട് മരണത്തിൽ നിന്ന് ഓടി ഒളിക്കരുതേ എന്ന് പറയാം. ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ പറയും, നിങ്ങൾ നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കൂ, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്ന ആത്മീയ സത്യം നിങ്ങൾക്ക് ബോധ്യമായി കിട്ടണോ, നിങ്ങൾ നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കൂ. ആ പ്രയോഗം ആലോചനാമൃതമാണ്. നിങ്ങൾ എത്ര പേര് ശ്രീ ശങ്കരാചാര്യർ എന്ന സിനിമ കണ്ടിട്ടുണ്ട് എന്നറിയില്ല. സംസ്കൃതത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ആ സിനിമയിൽ പ്രതീകാത്മകമായി ശങ്കരാചാര്യരുടെ 2 കൂട്ടുകാരെ അവതരിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് മൃത്യുദേവനാണ്. ശങ്കരാചാര്യരുടെ ബാല്യകാലം കഴിഞ്ഞ് അദ്ദേഹം സന്യാസം സ്വീകരിച്ച് പുറപ്പെടുന്ന സമയത്ത് കൂടെ ഉണ്ട് ഈ മൃത്യുദേവനും. പോകുന്ന വഴിയിലുടനീളം അദ്ദേഹം ഒട്ടേറെ ദുരന്ത മരണങ്ങൾ കാണുന്നുണ്ട്. പ്രതീകാത്മകമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. മറ്റൊന്ന് കൂടെയുള്ളത് വിദ്യാദേവനുമാണ്. വിദ്യയും മൃത്യു. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെയും അവസ്ഥ. മരണം ഒരു വശത്ത് ഛിദ്രവും പാർത്തങ്ങ് നിൽക്കുന്നുണ്ട്, മറുവശത്ത്
അറിവിൻ്റെ അനന്തമായ ആകാശവും ഉണ്ട്. മനസ്സിരുത്തിക്കോളൂ. അതുകൊണ്ട് ഓരോ മരണവും ശ്മശാന കാഴ്ചകളും വിദ്യാലയമാണ്, ഉപനിഷത്ത് പഠിപ്പിച്ച് തരുന്ന സംവിധാനമാണ് എന്ന് പറയാം.